ലോകമഹാരണമിരുവട്ടം കണ്ടൊരൊറ്റ നൂറ്റാണ്ടിൽ ഭീകരദർശം മാനവചേതന വേദനയാർന്നേ പോയി. കൊച്ചു മനുഷ്യർക്കധികാരത്തിൻ ഭ്രാന്തു പിടിച്ചപ്പോൾ കൊല ചെയ്യാനെഴുമായുധശേഖരമേറെ ലഭിച്ചപ്പോൾ ക്ഷിപ്രായുസ്സുകളോർത്തു വിവേകം തെല്ലുമിഴാതുള്ളോർ ഇപ്രാപഞ്ചിക ശക്തികളേക്കാൾ ഉന്നതരായി തങ്ങൾ. മരണം കണ്ട കുരുന്നിൻ തേങ്ങൽ കേട്ടില്ലവരെങ്ങും, കരിഞ്ഞു വീണ കിനാവിൻ അരളിപ്പൂവുകൾ കണ്ടില്ല. കാലമെറിഞ്ഞു ചവറ്റുകൊട്ടയിലെല്ലാരെയുമെന്നാൽ കാലത്തിൻ ബലമിന്നും ലോകം ഗ്രഹിപ്പതില്ലല്ലോ. ഭൂവിൽ ശ്രേഷ്ഠത രാജ്യങ്ങൾ കരുളുന്ന ദുഹാകഷ്ടം ഭൂതലമാകെ തൊടുത്തുവെച്ചോരായുധഗണമല്ലോ. മാനുഷ ഗുണവൈശിഷ്ട്യങ്ങൾക്കതിലേകിലൊരു പങ്കും മണ്ണിൽ സ്വർഗം വിരചിക്കുന്നതിനില്ലൊരു ബഹുമതിയും. ന്യായം നീതിയുമൊക്കെ നിശബ്ദം നിറതോ കലറുമ്പോൾ ന്യായാധിപനും കൈ കഴുകുന്നു സ്വാർത്ഥത ഗർജിക്കേ. കാലത്തിൻ ചുവരെഴുത്തു കാണാൻ കണ്ണുകളില്ലാതെ ശിലായുഗത്തിൻ നീതിയുമായി തപ്പിത്തടയുന്നു. 21-ാം നൂറ്റാണ്ടിലും ഈ ഭൂവിൽ രാഷ്ട്രങ്ങൾ ഇരുളിൽ വെളിച്ചത്തുള്ളികളില്ലാതൈജസകീടങ്ങൾ. അനന്തമാണി പ്രപഞ്ചമതിലെണ്ണം ഗോളങ്ങൾ. കതിങ്കലേറ്റം അഗണ്യം സാധാരണമീ ഭൂഗോളം. പ്രപഞ്ചഭിത്തിയിൽ നീലപ്പൊട്ടായി കാണുമതവ്യക്തം. പ്രഭവമഗോചരമെന്നാൽ ശൂന്യത താണ്ടിടുമൊരു യാനം. അണുതുല്യർ നാം അമർന്നിരിക്കുന്നിച്ചെറുയാനത്തിൽ അണുവിട നേരം മാത്രമതിനൊരു ലക്ഷ്യം രണമെന്നോ. തലമുറ ഒരു കാരണവശാലും യുദ്ധത്തിന്റെ തീവ്രതയോ തിക്താനുഭവങ്ങളോ അനുഭവിക്കാതിരിക്കണം എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് 20 വർഷം പഴക്കം മാത്രമുള്ള നാഷണൽ പബ്ലിക് സ്കൂൾ ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളില് ഈ 1-2 വർഷമായി, ഈ 20 വർഷമായി തുടർന്നു വരുന്ന ഒരു ജനകീയമായ വിദ്യാഭ്യാസമുണ്ട് നിങ്ങൾക്ക്. അതിന്റെ കരുത്തിലാണ് നിങ്ങൾക്ക് ഇത്രയും ജനസമ്മതി നേടിത്തന്നിട്ടുള്ളത്.